Hi friends, welcome to Venus online classes from Dr. APJ Nursing Academy, Trivandrum, Kerala. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ഷോർട്ട് ടോപ്പിക് പഠിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. പ്രഗ്നൻസി ഇൻ RH നെഗറ്റീവ് വുമൻ. ഒരു RH നെഗറ്റീവ് വുമനിൽ നമുക്ക് എങ്ങനെയാണ് പ്രഗ്നൻസിയിലെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ സ്ലൈഡിലോട്ട് പോകാം അല്ലെ? ശരി. ഓക്കെ, കുറച്ച് ബേസിക് പോയിന്റ് ആദ്യം അങ്ങ് പറയുകയാണ്. അത് അതുപോലെ എഴുതി അങ്ങ് പഠിച്ചോണം കേട്ടോ. നോക്കിക്കോണം. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള മാത്രം പഠിച്ചാൽ മതി. വെറുതെ വാരി വാരി ഒരുപാടൊന്നും പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട്, കാരണം നമ്മൾ MCQ ആണ് ആൻസർ ചെയ്യുന്നത് അല്ലെ? നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉത്തരത്തിലെത്തുക, കറക്റ്റ് കുത്ത് അല്ലെ? കറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടി നമുക്ക് ഉള്ളത് പഠിച്ചാൽ മതി. നമ്മൾ കഥ പോലൊന്നും വലിയ രീതിയിൽ വാരി വലിച്ചൊന്നും പഠിക്കണമെന്നില്ല, പ്രിൻസിപ്പിൾ പഠിക്കുന്ന പോലെ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. നോക്കിക്കോളാം. RH പ്രഗ്നൻസിയിലെ RH നെഗറ്റീവ് വുമൻ അല്ലെ? നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എടുക്കട്ടെ. അപ്പം അറിഞ്ഞിരിക്കുക, RH സിസ്റ്റം ഡിസ്കവർ ചെയ്ത ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ അല്ലെ? കാൾ ലാൻഡ്സ്റ്റൈനർ 1940 എന്ത് ഡിസ്കവർ ചെയ്ത? അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? RH ആന്റിജൻ ആരാണ് കണ്ടുപിടിച്ചത്? കോൾ ലാൻഡ്സ്റ്റൈനർ. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കും പരീക്ഷയ്ക്ക് കേട്ടോ. പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കാൾ ലാൻഡ്സ്റ്റൈനർ 1940. ഇനി എത്ര ടൈപ്സ് ആന്റിജൻ ആണ് കണ്ടുപിടിച്ചത്? 5 ടൈപ്സ്. ഓക്കെ, 1 2 3 4 5. പഠിക്കാൻ എളുപ്പമാണ്. ഒരു വലിയ സി, ഒരു ചെറിയ സി, ഒരു ഡി, ഒരു ഇ, ഒരു വലിയ ക്യാപിറ്റൽ ഇ, ഒരു ചെറിയ ഇ. അങ്ങനെ മൊത്തം 5 ആന്റിജൻ ആണ് കണ്ടുപിടിച്ചത്. ഏതൊക്കെയാണ്? വലിയ സി, ചെറിയ സി, ഒരു ഡി, ഒരു ഇ, പിന്നെ ഒരു ഇ. മനസ്സിലായല്ലോ. അപ്പൊ എത്ര ആന്റിജൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? 5 ആന്റിജൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ ആരാണ് പ്രശ്നക്കാരൻ? ഡി അല്ലെ? ഡി ആന്റിജൻ ആണ് അവിടെ പ്രശ്നക്കാരൻ. മനസ്സിലായല്ലോ. അപ്പൊ ഡി ആന്റിജൻ ആണ് എന്തുണ്ടാക്കുന്നത്? RH ഈ പ്രോബ്ലംസ് എല്ലാം വരുത്തി വെക്കുന്ന ആള്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം എന്താണ് അവന് പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ആന്റിജൻ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെന്തുണ്ട്? ഒരു ഷോർട്ട് ആം ക്രോമസോം. എന്താണ്? ഷോർട്ട് ആം ക്രോമസോം. അപ്പൊ ഒന്നും കൂടെ ഒന്ന് നോക്കാം. RH കണ്ടുപിടിച്ചത് കാൾ ലാൻഡ്സ്റ്റൈനർ. RH എത്ര ടൈപ്സ് ഉണ്ട്? 5 ടൈപ്സ്. ഒരു വലിയ സി, ഒരു ചെറിയ സി, പിന്നെ ഒരു ഡി, പിന്നെ ഒരു വലിയ ഇ, പിന്നെ ഒരു ചെറിയ ഇ. ഓക്കെ, മനസ്സിലായല്ലോ. RH ക്രോമസോമിന് എന്തുണ്ട്? ഒരു ഷോർട്ട് ആം അല്ലെ? ഷോർട്ട് ആം പ്രസന്റ് ഉണ്ട്. ക്രോമസിൽ ഒരു 1 ഷോർട്ട് ആം ഉണ്ട്. അതാണ് അവിടെ പ്രശ്നം അല്ലെ? അപ്പം അതിനെതിരെ നമ്മൾ ആ ആന്റിജനെതിരെ നമ്മൾ ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിനാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പം അതിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതിനെതിരെയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് എന്തെന്ന് പറയുന്നത്? RH. അപ്പൊ ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ആന്റിജൻ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? RH പോസിറ്റീവ് ബ്ലഡ്. മനസ്സിലായല്ലോ. ആന്റിജൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് RH പോസിറ്റീവ്. ഓക്കെ, ഇനി ആന്റിജൻ നമ്മുടെ ബോഡിയിൽ ഇല്ല, നോ ആന്റിജൻ, നമ്മൾ എന്ത് പറയും? RH നെഗറ്റീവ് അല്ലെ? RH നെഗറ്റീവ്. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇനി ഒരു ഫെർട്ടിലൈസേഷനിൽ ഈ RH ആന്റിജൻ അല്ലെ, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് 38ാമത്തെ ദിവസമാണ് അപ്പിയർ ആവുന്നത്. അപ്പൊ അടുത്ത പോയിന്റ് 7ാമത്തെ പഠിച്ചല്ലോ. RH ആന്റിജൻ എത്രാമത്തെ ദിവസമാണ് ബ്ലഡ് ഡെവലപ്പ് ഫീറ്റലില് RH ആന്റിജൻ ഡെവലപ്പ് ചെയ്യുന്നത്? 38. ഓക്കെ, ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത്, ഈ റിയാക്ഷൻ എപ്പോഴും സംഭവിക്കുന്നത് മദർ നെഗറ്റീവ്, RH നെഗറ്റീവ് മദറും RH പോസിറ്റീവ് ബേബിയും തമ്മിൽ വരുമ്പോഴാണ് എന്തുണ്ടാവുന്ന?
ഈ റിയാക്ഷൻസ് അല്ലെ, ഈ ഇമ്മ്യൂണോളജിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ മദർ RH നെഗറ്റീവ്, ബേബി RH പോസിറ്റീവ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഉം. അപ്പൊ ഇത് എപ്പോഴാണ് ഇങ്ങനെ ചാൻസ് വരുന്നത്? നോർമൽ ഡെലിവറിക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ പ്ലാസന്റ് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ടൈമിലാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എന്തുണ്ടാവുന്നത്? RH നെഗറ്റീവ് മദറിന്റെ ബ്ലഡ് അല്ലെ, RH ഇല്ലാത്ത ബ്ലഡ്, RH പോസിറ്റീവ് ആയ ബേബി. അപ്പൊ ബേബിയിൽ എങ്ങനെ വന്നു? ഫാദറിന്റെ നിന്ന് കിട്ടിയതാണ് അല്ലെ, ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ RH പോസിറ്റീവും ഈ RH നെഗറ്റീവും തമ്മിൽ എന്ത് ചെയ്യും? അവര് ഒരു കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു RH ഐസോ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കും അല്ലെ, RH ഐസോ ഇമ്മ്യൂണൈസേഷൻ പ്രോസസ്സ് നടക്കും. അപ്പം അവിടെ അതും ക്വസ്റ്റ്യൻ ആണ്. അതിന് നോർമൽ ഡെലിവറിയിൽ എപ്പോഴാണ് ബെസ്റ്റ് ടൈം ഇത് ഐസോ ഇമ്മ്യൂണൈസേഷൻ നടക്കാൻ? ഇറ്റ് ഈസ് ഒറ്റ പ്ലാസന്റ് സെൽഫിഷ്. അപ്പൊ നമ്മൾ 7 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഫസ്റ്റ് വൺ, RH ഇൻകോമ്പാറ്റിബിലിറ്റി അല്ലെങ്കിൽ RH സിസ്റ്റം ഡിസ്കവേർഡ് ബൈ കാൾ ലാൻഡ്സ്റ്റൈനർ 1940. RH-ൽ 5 ടൈപ്സ് ഓഫ് ആന്റിജൻ ഉണ്ട്. വലിയ സി, ചെറിയ സി, ഡി, പിന്നെ ഈ ചെറിയ ഇ. മനസ്സിലായല്ലോ? ഓക്കെ. എന്താണ് RH ആന്റിജൻ ഉള്ള പ്രത്യേകത? മറ്റ് ആന്റിജനേക്കാൾ ഒരു ഷോർട്ട് ആം പ്രസന്റ് ഉണ്ട് അല്ലെ. ഇനി RH ആന്റിജൻ ഉള്ള ആളെ നമ്മൾ എന്ത് വിളിക്കും? RH പോസിറ്റീവ്. RH ഇല്ലാത്തത് ആരാണ്? RH നെഗറ്റീവ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ മദറിന് RH നെഗറ്റീവ് ആയിരിക്കുകയും വേണം, ബേബിക്ക് എന്തായിരിക്കണം? RH പോസിറ്റീവ്. അവനാണ് നമുക്ക് ആരെന്ന് പറയുന്നത്? റിസ്ക് ഗ്രൂപ്പ്. മനസ്സിലായോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. നമുക്ക് നോക്കാം. ഇനി RH-ന്റെ ഈ ഐസോ ഇമ്മ്യൂണൈസേഷൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ നോർമൽ ഒരു ഡെലിവറിയിൽ എപ്പോഴാണ് സമയം? എപ്പോഴാണോ പ്ലാസന്റ് ഡെലിവർ ആവുന്നത് ആ സമയമാണ് മോർ റിസ്ക് അല്ലെ. ദ ടൈം ഓഫ് പ്ലാസന്റ് സെപ്പറേഷൻ, മെറ്റേണൽ ബ്ലഡ് ആൻഡ് ഫീറ്റൽ ഡെവലപ്മെന്റ്. മനസ്സിലായല്ലോ? അത് കോമൺ കേസ്. ഓക്കെ. ഇനി അല്ലാതെയും പല കണ്ടീഷൻ അതിനു മുമ്പേ ഒക്കെ ഉണ്ടാവാം. അല്പം നമുക്ക് എന്ത് കൊടുക്കാം? പ്രീ ഡിസ്പോസിങ് കണ്ടീഷൻ. അത് സിമ്പിൾ ആയിട്ട് അങ്ങ് വായിക്കുക. അബോർഷന്റെ ടൈമിൽ നടക്കും, എക്ടോപിക് പ്രഗ്നൻസിയിൽ നടക്കും, കോഡോസിന്തസിസിൽ നടക്കും, അമിനോസിന്തസിസിൽ നടക്കും, ക്രോണിക് വില്ലെ സാമ്പിളിംഗിൽ നടക്കും, അറ്റംപ്റ്റഡ് വേർഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇന്റേണൽ പൊഡാലിക് വേർഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൊഡാലിക് വേർഷൻ, മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസന്റ, ട്രോമ, ആന്റിപാർട്ടം ഹെമറേജ്. അപ്പൊ ഇത്രയും കണ്ടീഷൻസിൽ എന്ത് വരും? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ഒന്നും വരത്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിൻ വരുന്നത് ഏത് ടൈമാണ് നോർമൽ ഡെലിവറി, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. അത് അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ആന്റിപാർട്ടം ഹെമറേജ്. അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. വജൈനൽ ഡെലിവറി, സിസേറിയൻ സെക്ഷൻ, ഫോർസെപ്സ് ഡെലിവറി, പ്ലാസന്റ അബോർഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഈ ടൈം എല്ലാം റിസ്ക് ആണ് അല്ലേ. കാരണം ഈ പോസിറ്റീവ് ബേബിയിലുള്ള ബ്ലഡും മെറ്റേണലിന്റെ ബ്ലഡും തമ്മിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെ. ഇപ്പം പോസിറ്റീവ് ബ്ലഡിൽ എന്തുണ്ട്? ആന്റിജൻ ഉണ്ട് അല്ലെ. RH ആന്റിജൻ മദറിന്റെ ബ്ലഡിനകത്തുമായിട്ട് കോണ്ടാക്ട് ആവും. അവിടെ അതിനെതിരെ മദറിന്റെ ബോഡി എന്ത് ചെയ്യും? അതിനെതിരെ ആന്റിബോഡിയെ നിർമ്മിച്ചു തുടങ്ങും. ഓക്കെ. അത് മനസ്സിലായല്ലോ? ഓക്കെ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫീറ്റസിന് വരും അല്ലെ. മെയിൻ ആയിട്ടും ലിവർ ഫെയിലിയർ, ജോണ്ടിസ്, ഹീമോലിറ്റിക് ഡിസീസ്, അങ്ങനെ. അതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. അപ്പൊ ഹൈഡ്രോഫിലാസിസ് ഈസ് ദ മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ ഓഫ് RH ഇമ്യൂണോ അല്ലെ, RH ഇൻകോമ്പാക്ടിബിലിറ്റി. അത് പഠിച്ചു വെച്ചോണം. അപ്പം എക്സസീവ് ആയിട്ട് RBC ഡിസ്ട്രക്ഷൻ ആവുന്ന കണ്ടീഷൻ ആണ് ഗോയിങ് ടു ഫീറ്റസ് ഓൺ മെറ്റബോളിക് അസിഡോസിസ്. മെറ്റബോളിക് അസിഡോസിസ് ആയി ഫുൾ ബോഡി ഫീറ്റസിൽ എന്തും എഡിമയായി, കമ്പാർട്ട്മെന്റ് ടിഷ്യൂസ് മൊത്തം ബ്ലഡ് ആയി എഡിമയായിട്ട് വരുന്ന ആ കണ്ടീഷൻ ആണ് നമുക്ക് എന്തെന്ന് പറയുന്ന ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. മനസ്സിലായല്ലോ? ഓക്കെ. അവിടെ വരെ മനസ്സിലായി. ഓക്കെ. ഇനി നമ്മൾ ആന്റിനേറ്റൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോട്ടോകോൾ, RH നെഗറ്റീവ് മദറിനുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോട്ടോകോളിലോട്ട് പോകും. ഓക്കെ. അപ്പം അറിഞ്ഞിരിക്കുക. എന്താണ് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത്? വുമൻ വിത്ത് RH നെഗറ്റീവ് ആണെങ്കിലും ഹസ്ബൻഡ് RH നെഗറ്റീവ് ആണെങ്കിലും ഒരു റിസ്കും ഇല്ല, ഒന്നും ബോധർ ആവേണ്ട. RH-ന്റെ കാര്യത്തെ പറ്റി ഒരു പ്രശ്നം വരില്ല. കാരണം രണ്ടുപേരും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അല്ലെ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പം ബേബിയിലും അത് റിസ്ക് വരില്ല. പക്ഷേ ഹസ്ബൻഡ് RH പോസിറ്റീവും
മദർ RH നെഗറ്റീവും ആണെങ്കിൽ അവിടെ എന്തിലോട്ട് പോകും? അവിടെ എന്താണ്? റിസ്ക് ലോട്ട് പോകും. അതാണ് അടുത്ത പോയിന്റ്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഇതും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഏതാണ്? ഏറ്റവും സീരിയസ് കോംപ്ലിക്കേഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മെറ്റബോളിക് അസിഡോസിസ് വരുന്ന ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. അതിൽ അസിഡോസിസ് ഏതാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി റിസ്ക് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. RH നെഗറ്റീവ് മദർ, RH പോസിറ്റീവ് ബേബി, ഓർ RH നെഗറ്റീവ് മദർ മാരി, RH നെഗറ്റീവ് ലേഡി മാരി, ഓ RH പോസിറ്റീവ് ഹസ്ബൻഡ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. മെത്തേഡ്സ് ടു നോ വെദർ ആന്റിബോഡീസ് ഹാവ് ബീൻ ഫോം ഓർ നോട്ട്. അപ്പൊ നമുക്ക് മദറിന്റെ ശരീരത്തിൽ അപ്പം പ്ലാസന്റെ ടൈമിൽ എന്തുണ്ടായി? ആന്റിജൻ എൻ്റർ ചെയ്തു അല്ലെ? പ്ലാസന്റെ സെപ്പറേഷൻ ടൈമിൽ ഫസ്റ്റ് ഡെലിവറിയിൽ കോണ്ടാക്ട് ആയി. അപ്പം അത് വന്ന് ആന്റിജൻ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ മെക്കാനിസം അല്ലെ, അതെന്ത് ചെയ്യും? ആന്റിബോഡിയെ സിന്തസൈസ് ചെയ്യും അല്ലെ? അപ്പൊ ആ ആന്റിബോഡി കേട്ടോ, മറക്കരുത്. അത് സിന്തസിസ് ആയോ എന്ന് നമുക്കറിയണമെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്യും. ഒന്ന് ഇൻഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റും, രണ്ടാമത് ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ്. പഠിച്ചു വെച്ചോണം. ഇൻഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് മദറിലാണ്, ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? ബേബിയിൽ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ബേബിയിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും, മദറിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം ടെസ്റ്റ് ചെയ്യുന്നത് 12 ആഴ്ചയിൽ എന്ത് ചെയ്യും? പ്രൈമി ഗ്രാവിഡയിൽ ടെസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങും. 12ാമത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നെഗറ്റീവ് ആണ് റിസൾട്ട് എങ്കിൽ ഓക്കെ, വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്യും ടെസ്റ്റ്. 20 ആഴ്ചയും 28ാമത്തെ ആഴ്ചയും ആ ടെസ്റ്റ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. 28 ആഴ്ച റിപ്പീറ്റ് ചെയ്യും അല്ലെ? സെയിം തന്നെ മൾട്ടി ഗ്രാവിഡയിൽ 12 ആഴ്ച ചെയ്യും, 20 ആഴ്ച ചെയ്യും, പിന്നെ 24 ആഴ്ച ചെയ്യും, 28. അപ്പം ഇത്ര കെയർ ആണ് അവിടെ. 24 വീക്സിൽ അവിടെ എന്ത് ചെയ്യും? ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആന്റിബോഡി ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് ടെസ്റ്റ് ഈസ് നെഗറ്റീവ്, മദറിന്റെ ശരീരത്തിൽ ആന്റിബോഡി ഇല്ല, ഓക്കെ, ഇതിനെതിരെ പ്രവർത്തിക്കാനുള്ള ആന്റിബോഡി മദറിന്റെ ശരീരത്തിൽ ഇല്ല, അപ്പൊ നമ്മൾ അവിടെ എന്ത് കൊടുക്കും? ആന്റി ഡി ഇഞ്ചക്ഷൻ കൊടുക്കും അല്ലെ? അവിടെ ആന്റി ഡി ഇഞ്ചക്ഷൻ കൊടുക്കും. ഇനി അതിന്റെ അർത്ഥം ഇനി നല്ല ആന്റിബോഡി ഉണ്ട്, ടെസ്റ്റ് ഈസ് പോസിറ്റീവ് അല്ലെ? ആന്റിബോഡി ടൈറ്റർ ചെയ്തപ്പോൾ ടെസ്റ്റ് വാല്യൂ ഈസ് ഓക്കെ. അപ്പം നല്ല ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ആന്റി ഡിയുടെ ആവശ്യമേ വരുന്നില്ല. ഓർത്തണം. അപ്പൊ കൂമ്പ് ടെസ്റ്റ് പോസിറ്റീവില് എന്ത് ചെയ്താൽ മതി? നോ നീഡ് ഓഫ് ആന്റിബോഡി. കൂമ്പ് ടെസ്റ്റ് നെഗറ്റീവ് ക്യാൻ ഗീവ് എന്താണ്? ആന്റി ഡി ഇഞ്ചക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിന് ഏത് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കിക്കോളാം. അപ്പം ആന്റിബോഡി ടൈറ്റർ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. 1:4 അല്ലെ? 1:4 ഐസോ ഇമ്മ്യൂണൈസേഷൻ ആണെങ്കിൽ മോർ ദാൻ 1:4 ഇത് വരും. ഇനി സിവിയർ ഹീമോലൈസിസിന് ചാൻസ് ഉണ്ടെങ്കിൽ ആന്റിബോഡി ടൈറ്റർ മോർ ദാൻ 1:60 കേട്ടോ. 4:16 പഠിക്കാൻ എളുപ്പം. 4:16 ഈസി, വെരി ഗുഡ്. അപ്പം ഏതാണ് മെത്തേഡ്? ആന്റിബോഡി കോൺസെൻട്രേഷൻ ഡൈലൂഷൻ ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് ആരിലാണ് ചെയ്യുന്നത്? ബേബി. ഓക്കെ, അപ്പം ഡെലിവറിക്ക് ശേഷം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും? കോഡ് ബ്ലഡ് സാമ്പിളിൽ നിന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്യും. പിന്നെ ഇന്ന് ഇടയ്ക്ക് വെച്ചുവാണെങ്കിലും പെരി അംബിലിക്കൽ ബ്ലഡ് സാമ്പിളിംഗ് പ്രൊസീജിയർ ഉണ്ട്, അത് ചെയ്യാം. അത് കൂടാതെ ബേബിയിൽ ഒരു ഇമ്പോർട്ടന്റ് ടെസ്റ്റും കൂടെ ഉണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മിഡിൽ സെറിബ്രൽ ആർട്ടറി ഡോപ്ലർ. ഓക്കെ, അപ്പം അതിലൂടെ എന്ത് ചെയ്യും? അനീമിയ, ഹീമോലറ്റിക് അനീമിയ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതും ഒരു ടെസ്റ്റ് ആണ്, മിഡിൽ സെറിബ്രൽ ആർട്ടറി ഡോപ്ലർ. ഓക്കെ, ഇനി നമ്മൾ ഇവരെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ? ഒന്ന് ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് ആവുന്നവര്, അവരെ നമുക്ക് നോൺ ഇമ്മ്യൂണൈസ് എന്ന് പറയാം. ഇനി ഫസ്റ്റ് ടൈം പ്രഗ്നൻസി കഴിയുന്ന ഉടനെ ഇതിനെപ്പറ്റി ഇമ്മ്യൂണൈസ് എടുക്കും, അവരെ ഇമ്മ്യൂണൈസേഷൻ ചെയ്ത ലേഡീസ് എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ വുമൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം രണ്ട് രീതിയിലാണ് വരുന്ന. RH നെഗറ്റീവ് നോൺ ഇമ്മ്യൂണൈസ്ഡ് വുമനും വരും, RH നെഗറ്റീവ് ഏതാണ്? ഇമ്മ്യൂണൈസ് ഫോം. രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് അതിലോട്ട് കിടക്കാം.
ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിക്കോളൂ. പ്രൈമി ഫസ്റ്റ് നോക്കുക. പ്രൈമി. ഓക്കെ, പ്രൈമി എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ആണ്. ഹിസ്റ്ററി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒന്നും ഹിസ്റ്ററി ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ഒക്കെ ചെയ്ത് 28ാമത്തെ ആഴ്ച 300 mcg എന്ത് കൊടുക്കും? 28ാമത്തെ ആഴ്ച 300 mcg എന്ത് കൊടുക്കും? ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ. മനസ്സിലായല്ലോ? ഈസി ആണല്ലോ? ഓക്കെ, ഇനി മൾട്ടി. അടുത്ത നോക്കാം. മൾട്ടി എന്ന് വെച്ചാൽ മൾട്ടി പാര. ഓക്കെ, മൾട്ടി പാര ഹിസ്റ്ററി ഓഫ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും? 12 ആഴ്ച തൊട്ട് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? ഇൻഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് 12 ആഴ്ച സ്റ്റാർട്ട് ചെയ്യും, 20 ആഴ്ച ചെയ്യും. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് വരും. കാരണം ഇച്ചിരി പോലും റിസ്ക് വരരുത് അല്ലെ? അങ്ങനെ 28 ആഴ്ച അവർക്കും മൾട്ടിക്കും 28 ആഴ്ച ആകുമ്പോൾ എന്ത് കൊടുക്കും? ആന്റി ഡി അല്ലെ? ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കും. 300 mcg ആണ് കൊടുക്കുന്നത്, അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതും ചെയ്തു കണ്ടിന്യൂ ചെയ്തു പോവും അല്ലെ? കണ്ടിന്യൂ ചെയ്തു പോവും. ഇനി ഡെലിവറി അറ്റ് 40 വീക്സ് കണ്ടിന്യൂ ചെയ്തു പോവും. ഇനി ഡെലിവറി അറ്റ് 40 വീക്സ് ആവുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കൂമ്പ് ടെസ്റ്റ് ചെയ്യും. ഇഫ് ദ ബേബി RH പോസിറ്റീവ് ആൻഡ് കൂമ്പ് ടെസ്റ്റ് ഈസ് നെഗറ്റീവ്. വീണ്ടും ബേബി റിസ്ക് ആണ്. കൂമ്പ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ വീണ്ടും ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ വിത്തിൻ 72 hours ഓഫ് ഡെലിവറിയിലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലോ? അപ്പൊ 28 ആഴ്ചയും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ വിത്തിൻ എത്രയാണ്? 72 hours ഡെലിവറിയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി RH നെഗറ്റീവ് ഇമ്മ്യൂണൈസ് എടുത്ത ഒരു പ്രഗ്നന്റ് ലേഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എവരി 4 വീക്സ് വെച്ച് ഇങ്ങനെ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? അപ്പം ഇടയ്ക്ക് വേണമെങ്കിൽ അമിനോ സിന്തസിസ് ചെയ്യും. അതുപോലെ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മിഡിൽ സെറിബ്രൽ ആർട്ടറി PSP ചെയ്യും അല്ലെ? അപ്പം ആ ഒരു ടെസ്റ്റും കൂടെ, ഹൈ പീക്ക് സിസ്റ്റോളിക് ഫ്ലോ എന്ന് പറഞ്ഞുള്ള ആ ടെസ്റ്റും കൂടെ ചെയ്തിട്ടാണ് അവിടെ കൺഫേം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതും കൂടെ ചെയ്തിട്ടാണ് കൺഫേം ചെയ്യുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് നോക്കാം. IgD നമ്മൾ കൊടുക്കുന്ന ഏതാണ് റൂട്ട്? IM റൂട്ട്. മറക്കരുത്, ഇറ്റ് ഈസ് IM റൂട്ടിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒരു ആൾവേസ് റിമെമ്പർ RH നെഗറ്റീവ് ആയവർക്ക് 28ാമത്തെ ആഴ്ച 300 mcg ഇല്ലെന്നുണ്ടെങ്കിൽ 1500 ഇന്റർനാഷണൽ ആന്റി ഡി. സെയിം തന്നെ, 1500 ഇന്റർനാഷണൽ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 300 mcg. കേട്ടോ? അത് വിത്തിൻ 72 hours ഓഫ് ആഫ്റ്റർ ഡെലിവറി ആണ്. അപ്പം ഈ ഡോസ് പഠിച്ചു വെച്ചേക്കണം. 300 mcg ഈസ് ഈക്വൽ ടു 1500 ഇന്റർനാഷണൽ യൂണിറ്റ് ഓഫ് ആന്റി ഡി. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇത്രയും മതി, ഇത്രന്റെ ആവശ്യമുള്ളൂ പരീക്ഷ. കേട്ടോ? ഇത്രയും അങ്ങ് സിമ്പിൾ ആയിട്ട് വന്നു. അപ്പൊ ഇതെല്ലാം ഒന്ന് കാണാതെ ഒന്ന് തൊട്ട് പറഞ്ഞേ. ഒന്ന് കാണാതെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് പറഞ്ഞേ. മനസ്സിരുത്തി പറഞ്ഞോളൂ. RH ആന്റിജൻ ഡിസ്കവേർഡ് ബൈ ലാൻസ് സ്റ്റെയ്നർ 1940. RH ബ്ലഡ് ഗ്രൂപ്പ് 5 ടൈപ്സ്. ചെറിയ സി, വലിയ സി, ഡി, ഇ, ഇ, വലിയ ഇ, ചെറിയ ഇ. ഓക്കെ, ആന്റിജനിൽ എന്താണ് അഡീഷണൽ വരുന്ന? ഒരു എക്സ്ട്രാ ക്രോമസോം അല്ലെ? 1 എക്സ്ട്രാ ക്രോമസോം വരുന്നുണ്ട്. ഇനി ആന്റി ഡിയിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന? ആന്റിബോഡി, ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgG, RH D. ഓക്കെ, ഇത് ആന്റിജൻ പ്രസന്റ് ആയവരെ നമ്മൾ RH പോസിറ്റീവ് എന്ന് വിളിക്കും. RH ഇല്ലെങ്കിൽ RH നെഗറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഈ RH റിസ്ക് വരുന്നത് ഏതാണ് കണ്ടീഷൻ? മദർ RH നെഗറ്റീവും ബേബി RH പോസിറ്റീവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും കൂടുതൽ റിസ്ക് ഏത് ടൈമിലാണെന്ന് ചോദിച്ചാൽ നോർമൽ കേസിൽ എപ്പോഴാണ്? പ്ലാസന്റ ടൈം ഓഫ് സെപ്പറേഷൻ. പഠിച്ചല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതർ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പഠിച്ചു വെച്ചോളൂ, അത് ഇമ്പോർട്ടന്റ് ഇല്ല, അറിഞ്ഞിരിക്കണം. അബോർഷൻ, എക്ടോപിക് പ്രഗ്നൻസി, മോളാർ പ്രഗ്നൻസി, കോഡോസിന്തസിസ്, അമിനോസിന്തസിസ്, ക്രോണിക് വില്ലേജ് സാമ്പിളിംഗ്, അറ്റംപ്റ്റഡ് വേർഷൻ, മാനുവൽ റിമൂവൽ ഓഫ് പ്ലാസന്റ, ട്രോമ, ആന്റിപാർട്ടം ഹെമറേജ്. അതുപോലെ വജൈനൽ ഡെലിവറി, ഫോഴ്സപ്സ് ഡെലിവറി, സിസേറിയൻ ഡെലിവറി, പ്ലാസന്റൽ അബോർഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. അവിടെ 50 mcg
ചെറിയ ഡോസിൽ ആന്റി ഡി കൊടുക്കും അല്ലെ, വിത്തിൻ 12 അവേഴ്സ് അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ കൊടുക്കും. പക്ഷെ അത് ക്ലിയർ ആയിട്ടുള്ള റെഫറൻസ് ഇല്ല കേട്ടോ. അതിനൊരു ക്ലിയർ ആയിട്ട് റെഫറൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ, ഇതിൽ ഏറ്റവും സീരിയസ് കോംപ്ലിക്കേഷൻ ചോദിച്ചതാണ് ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്. അപ്പം ബേബി വെള്ളം നിറഞ്ഞ് വലുതായി എഡിമയായിട്ട് വരുന്നതാണ് ഫീറ്റസിന്റെ ഏറ്റവും വലിയ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ. ചോദിച്ചാൽ ഏതാണ് പറയുന്നത്? ഹൈഡ്രോപ്സ് ഫീറ്റാലിസ്, മറക്കരുത്. ഓക്കെ, വീണ്ടും പറയുന്നു, ആരൊക്കെയാണ് റിസ്ക് വരുന്ന? രണ്ടാൾക്കാരാണ് റിസ്ക്. ആരൊക്കെയാണ് റിസ്ക് വരുന്ന? ആരാണ്? RH നെഗറ്റീവ് മദറും RH പോസിറ്റീവ് ഫാദർ, അല്ലെങ്കിൽ RH നെഗറ്റീവ് മദർ, RH പോസിറ്റീവ് ബേബി. വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. ഇനി RH നെഗറ്റീവ് മദർ, RH നെഗറ്റീവ് ബേബി, RH നെഗറ്റീവ് മദർ, RH നെഗറ്റീവ് ഫാദർ, നോ പ്രോബ്ലം. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് നോക്കാം. വളരെ ഈസിയാണ് കേട്ടോ ഈ പരീക്ഷയ്ക്കൊക്കെ പഠിക്കാൻ. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ട് രീതിയിലാണ് ടെസ്റ്റ് വരുന്ന, ഇൻഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റും ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റും. ഇൻഡയറക്റ്റ് പ്രൈമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? 12 ആഴ്ച, 20 ആഴ്ച, 28 ആഴ്ച. നെഗറ്റീവ് ആണെങ്കിൽ അന്നേരം തന്നെ കുത്തിവെപ്പ് എടുക്കണം. 300 CCG ആന്റി എന്തെടുക്കും? ആന്റി ഡി ഇഞ്ചക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. മൾട്ടി ആണെങ്കിൽ എന്താണ്? ബൈ വീക്കിലി വെച്ചിട്ടാണ് 24 വീക്സിൽ റിപ്പീറ്റ് ചെയ്യും. 24 വീക്സിൽ റിപ്പീറ്റ് ചെയ്യും. അവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഇഞ്ചക്ഷൻ, പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി ആന്റിബോഡി ശരീരത്തിലുണ്ട്. ഓക്കെ, ടൈറ്റർ എങ്ങനെയാണ് നോക്കുന്നത്? നോർമൽ 1:1:4. ടൈറ്റർ ഇസ് മോർ ദാൻ 1:4. ഓക്കെ, ആന്റിബോഡി ടൈറ്റർ നോർമൽ മോർ ദാൻ 1:4 വേണം. സിവിയർ ഹീമോലൈസിസിന് റിസ്ക് വരുന്നത് 1:16 ആണ് കേട്ടോ, അതും കൂടെ അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ആരിലാണ്? ഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ് ചെയ്യുന്നത് ബേബിയിലാണ്. എന്തിലാണ് ചെയ്യുന്നത്? ആഫ്റ്റർ ഡെലിവറി കോഡ് സാമ്പിൾ അല്ലെ, ബ്ലഡ് അംബിലിക്കൽ കോഡിൽ നിന്നാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്. അപ്പൊ അംബിലിക്കൽ കോഡ് ബ്ലഡിലാണ് അത് ചെയ്യുന്നത്. ഇനി അതിന് മുമ്പേ ചെയ്യാം, പെരി അംബിലിക്കൽ ബ്ലഡ് സാമ്പിളിൽ കോഡോസിന്തസിസ് നടത്തി എടുക്കാം അല്ലെ. പിന്നെ അതുകൂടാതെ സ്കാനിങ് ചെയ്യാം. കോഡോസിന്തസിസ് തന്നെ വേണമെന്നില്ല, അവിടെ സ്കാനിങ്ങും ഉണ്ട് അല്ലെ. മിഡിൽ സെർബൽ ആർട്ടറി ഡോപ്ലർ വെലോസിറ്റി സ്കാൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ മാനേജ് ചെയ്യുന്നത് RH നെഗറ്റീവ് നോൺ ഇമ്മ്യൂണൈസ്ഡും RH നെഗറ്റീവ്. നോൺ ഇമ്മ്യൂണൈസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 28 ആഴ്ച ചെയ്യും, 300 CG. മൾട്ടി ആണെങ്കിൽ എന്ത് ചെയ്യും? 12 ആഴ്ച ടെസ്റ്റ്, 20 ആഴ്ച ബൈ വീക്കിലി, 28 ആഴ്ച വരെ കൊണ്ടുപോയതിനു ശേഷം എന്ത് കൊടുക്കും? ആന്റി ഡി കൊടുക്കും അല്ലെ. 300 mcg ആന്റി ഡി ആണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷവും കൊടുക്കും. 48 വീക്സിൽ ബേബി RH, വീണ്ടും ബേബി RH പോസിറ്റീവ്, അവിടെ കൂമ്പ് ടെസ്റ്റ് എന്ത് ചെയ്യും? കൂമ്പ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ വീണ്ടും ആന്റി ഡി ഇമ്മ്യൂണോഗ്ലോബുലിൻ വിത്തിൻ 72 അവേഴ്സ് ഓഫ് ഡെലിവറിയിൽ അവിടെ വീണ്ടും എന്ത് ചെയ്യും? അഡ്മിനിസ്റ്റർ ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. മാനേജ്മെന്റ് ഓഫ് RH നെഗറ്റീവ് ഇമ്മ്യൂണൈസ് ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെ ഓൾറെഡി മോണിറ്ററിംഗ് ആണ്. എവറി 4 വീക്സ് വെച്ച് മോണിറ്ററിംഗ് ചെയ്യും. അപ്പം നെഗറ്റീവ് കിട്ടുന്നെങ്കിൽ ആന്റി ഡി കൊടുക്കും, പോസിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഈ സ്കാൻ വഴി MCA PSV മിഡിൽ സെർബൽ ആർട്ടറി ഹൈ സ്പീക്ക് വെലോസിറ്റി സ്കാനും കൂടെ അവിടെ അഡ്വൈസബിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതിലെ ബേസിക് പോയിന്റ് അറിഞ്ഞിരിക്കേണ്ടത് 300 mcg എന്ന് പറയുന്നത് എത്രയാണ്? 1500 ഇന്റർനാഷണൽ യൂണിറ്റ്. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് വിത്തിൻ 72 അവേഴ്സ് ഡെലിവറിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഷോർട്ട്. അപ്പൊ ഈ ആന്റി ഡി പഠിച്ചു നോക്കണം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പക്ഷെ സ്ഥിരം 1 മാർക്ക് ചലഞ്ച് ആണ് കേട്ടോ. 1 മാർക്ക് ചലഞ്ച് ആണ്, ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ പഠിച്ചതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ, 100% ഗ്യാരണ്ടി. ഓക്കെ, താങ്ക് യു.